യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ചികിത്സാ സഹായത്തിന്റെ പേരിൽ ആലപ്പുഴയിൽ സംഘടനയ്ക്കുള്ളിൽ വൻ വിവാദം. തനിക്ക് 8 ലക്ഷം രൂപ കൈമാറിയെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ജില്ലാ സെക്രട്ടറി മേഘ രഞ്ജിത്ത് രംഗത്തെത്തി. എന്നാൽ മേഘയ്ക്ക് ലഭിച്ച കണക്കുകൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരസ്യപ്പെടുത്തുകയും ചെയ്തു. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ പണം എൻ്റെ പേരിൽ ആര് വാങ്ങി, ഇടയ്ക്ക് നിന്ന് ആര് വാങ്ങി എന്നാണ് മേഘ ചോദിക്കുന്നത്. അതിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കൾക്ക് മറുപടി ഉണ്ടോ? വിജയകുമാർ, ഈ ഇടനിലയ്ക്ക് നിന്ന് ആരാണ് ഈ പണം വാങ്ങിയതെന്ന യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മേഘ രഞ്ജിത്തിന്റെ ഗുരുതര ആരോപണമാണ്. അതും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഒപ്പം തന്നെ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം സ്ഥാനാർത്ഥിയായിരുന്ന അരിതാ ബാബുവിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി മേഘ രഞ്ജിത്ത് ഉന്നയിച്ചത്. ഈ വിവാദ പരാമർശം, ഈ പോസ്റ്റ് ഇങ്ങനെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കളക്ടറേറ്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ആ മാർച്ചിൽ മേഘ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അങ്ങനെ മേഘ രഞ്ജിത്തിന് ചികിത്സാ സഹായം എന്ന രീതിയിൽ 8 ലക്ഷം രൂപ KPCC വിവിധ നേതാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങി നൽകി എന്നുള്ളൊരു പരാമർശമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തുക തനിക്ക് കിട്ടിയിട്ടില്ല. ഇടനില നിന്ന് ആരാണ് ഈ തുക വാങ്ങിയതെന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് അരിതാ ബാബുവിനെതിരെ മേഘ രഞ്ജിത്ത് ഉന്നയിച്ചത്. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മേഘ രഞ്ജിത്ത് ആ പോസ്റ്റിന് താഴെ വീണ്ടും കമന്റ് ചെയ്തിരിക്കുകയാണ്. തനിക്ക് വേണ്ടിയിട്ട് സംഘടന അങ്ങനെ ഒരു പൊതു പണപ്പിരിവ് നടത്തിയിട്ടില്ല. പക്ഷെ ചില നേതാക്കൾ സഹായിച്ചിട്ടുണ്ട്, പണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ രീതിയിൽ 8 ലക്ഷം രൂപയൊന്നും കിട്ടിയിട്ടില്ല എന്ന അർത്ഥത്തിലാണ് ആ കമന്റ് വന്നത്. പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു ജില്ലാ സെക്രട്ടറി ആകാശ് നവമാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ട് കൃത്യമായ കണക്കുകൾ ഓരോ നേതാക്കളും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ എത്ര രൂപ കൈമാറിയിട്ടുണ്ടെന്നുള്ള കണക്ക് സഹിതം ബോധ്യപ്പെടുത്തിക്കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പരസ്യപ്പെടുത്തി. അതിനകത്ത് 8 ലക്ഷത്തിൽ കൂടുതൽ തുക മേഘ രഞ്ജിത്തിന് കൈമാറിയിട്ടുണ്ടെന്ന തെളിവുകൾ സഹിതം സമർപ്പിക്കുന്നു. അപ്പോഴിതാ അരിതാ ബാബുവും മേഘ രഞ്ജിത്തും തമ്മിലുള്ള തുറന്ന പോര് അത് നവമാധ്യമങ്ങളിലാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ ചികിത്സാ സഹായത്തിന്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി മേഘ രഞ്ജിത്തും സംസ്ഥാന വൈസ് പ്രസിഡന്റായ അരിതാ ബാബുവും തമ്മിലുള്ള പോര് മുറുകുന്നത്. ഇരുവരും കായംകുളത്ത് നിന്നുള്ള യുവ നേതാക്കളാണ്. അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരുപക്ഷെ വീണ്ടും പരിഗണിക്കപ്പെടാവുന്ന നേതാവാണ് ഈ അരിതാ ബാബു, ഒപ്പം തന്നെ മേഘ രഞ്ജിത്തും. ഈ രീതിയിൽ ഇവർ തമ്മിലുള്ളൊരു തർക്കം ഈ രീതിയിലൊക്കെ തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിജയകുമാർ, എന്തായാലും മേഘ ഇപ്പോൾ പറയുന്നത്, ഈ പറഞ്ഞ തുക എനിക്ക് കൈമാറാതെ ഇടയ്ക്ക് നിന്ന് ആരാണ് കൈപ്പറ്റിയത് അതുകൂടി പരസ്യമായി പറയണം, ഞാനും കൂടി അറിയണമല്ലോ എൻ്റെ പേരിൽ ആരാണ് വലിയൊരു എമൗണ്ട് കൈപ്പറ്റിയത് എന്ന്. ഇപ്പോൾ ഈ പണം നൽകിയവരുടെ പട്ടികയൊക്കെ സംഘടന പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ആ പണമൊന്നും കിട്ടിയിട്ടില്ല, തനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് മേഘ രഞ്ജിത്ത് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലും വിശദീകരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതൃത്വം വിശദീകരണം നൽകുമായിരിക്കും ഇനി.